Hello, good morning to all. Screen and voice okay അല്ലേ? Hello, Anjali. Okay. Okay. So, about the series exam question paper. Okay. Let's discuss. Actually, first question was how to link the external style sheet. So I think almost everyone has written it correctly. That is, first of all, we have to give the style sheet. Okay, sample code. Then you have to specify that code. Okay, link our attribute HRF വെച്ച് കൊടുക്കുന്ന ആ ഒരു attribute correct ആയിട്ട് specify ചെയ്യുക, അതിന്റെ attributes explain ചെയ്യുക. Okay, that you have written. Then span and div tags almost everyone has written with an example. Okay, example coding വെച്ചിട്ട് തന്നെ എഴുതിയാൽ മാത്രമേ 3 marks കിട്ടുള്ളൂ. So span definition and example, div definition and example. Okay, then third question was CSS conflict. I have told you actually എന്താണ് CSS എന്ന് പറഞ്ഞിട്ട് എഴുതുക, and you have to provide the advantages കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്യുക. ദെൻ എന്താണ് how the conflicts are, എങ്ങനെയാണ് കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എഴുതുക. ഐ തിങ്ക് അത് നോർമലി ആരും എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ ബി പാർട്ട് കോഡാണ്. കോഡ് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഫുൾ മാർക്ക്. ആൻഡ് ഫോർത്ത് ഓൾസോ ഹിയർ കോഡാണ്, 3 marks ഈച്ച് ആണ്. ടേബിളിന് കൊടുക്കുന്നതും അൺഓർഡർഡ് ലിസ്റ്റിന് കൊടുക്കുന്നതും കോഡാണ്. ദെൻ ഹിയർ CSS ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, CSS ഡെഫിനിഷൻ പ്ലസ് അഡ്വാൻറ്റേജസ് 3 marks. അത് എല്ലാവരും എഴുതിയിട്ടുണ്ട്. Then fifth question was Java primitives, JavaScript primitives and object. There you have to specify that figure. മെമ്മറിയിലുള്ള ഒരു ഫിഗർ ഉണ്ടായിരുന്നു, ആ ഫിഗർ എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ആൻഡ് ഫിഗർ വിത്ത് എക്സ്പ്ലനേഷൻ ഹൗ ദ ഒബ്ജക്ട്സ് ആർ സേവ്ഡ് ആൻഡ് വാട്ട് ഈസ് ഹീപ്പ് മെമ്മറി. ഹീപ്പായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഹൗ ദേ ആർ സ്റ്റോർഡ്. സോ ദർ ഇസ് എ ഫിഗർ ഫോർ ദാറ്റ്. ആ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഫുൾ മാർക്സ്. Then what are the different methods to convert string? സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർസിൻ്റെ പാർസ് ഫ്ലോട്ട് നമ്പർ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ടർ ഇതൊക്കെയായിരുന്നു ഉണ്ടായത്. സോ അതിൽ കുറച്ച് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലൈഡിലുള്ള പോലെ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് യു ഹാവ് ഡിഫൈൻഡ് ദാറ്റ് വൺ. ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് അതൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. ഇവിടെ ജസ്റ്റ് എന്താ, യു ഹാവ് ടു സ്പെസിഫൈ ദ ഡിഫറെന്റ് മെത്തേഡ്സ് മാത്രമേ പറയേണ്ടുള്ളൂ. സോ നോക്കാതെ കുറേ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും ഒക്കെ എഴുതിയിട്ട് എക്സ്പ്ലിസിറ്റിന്റെ ലാസ്റ്റ് ആയിരുന്നു ഇത് പറയുന്നത് എന്തൊക്കെ മെത്തേഡ്സ്, അത് അവോയ്ഡ് ചെയ്തിട്ട് എഴുതിയ ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഇംപ്ലിസിറ്റ് ഒക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, എക്സ്പ്ലിസിറ്റിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് മെത്തേഡ്സ് ടു ദ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് പേര് കറക്റ്റ് ആയിട്ട് ആ പാർസിന്റെ പാർസ് ഫ്ലോട്ട് അതിന്റെ എക്സാമ്പിൾ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 3 marks. ഓക്കെ, ദെൻ പാർട്ട് ഡി.
പാർട്ട് ഡിയിൽ ജാവാസ്ക്രിപ്റ്റിന്റെ പ്രോഗ്രാം ഇറ്റ് ഷുഡ് ബി പ്രോംപ്റ്റഡ് ആണ്. പ്രോംപ്റ്റഡ് ആൻഡ് ഫോർ കൺഫർമേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ പ്രോംപ്റ്റ് വഴി തന്നെ നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്യണം. സോ അതല്ലാതെ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഫുൾ മാർക്കൊന്നും കുറച്ചിട്ടില്ല, ചെറിയൊരു മാർക്ക് മാത്രം അവിടെ കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലേ കുറച്ചിട്ടുള്ളൂ ഫോർ ദിസ് ടൈം. ഓക്കെ, ബിക്കോസ് 2 നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ട് ഇൻ ദ പ്രോഗ്രാം. ഓക്കെ, കീബോർഡ് വഴി തന്നെ അത് എൻ്റർ ചെയ്തിട്ട് പ്രോംപ്റ്റ് വഴി എൻ്റർ ചെയ്യുക. പിന്നെ പ്രോംപ്റ്റ് വഴി ചോദിച്ചിട്ട് യു ഹാവ് ടു ആസ്ക് ഫോർ കൺഫർമേഷൻ. ഓക്കെ, ദെൻ ഡസ് jQuery ഹെൽപ്സ് ഇൻ റൈറ്റിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ്? യെസ്, ഷുവർ ആണ്. നമുക്കറിയാം ആ ഒരു റെഡി ഫംഗ്ഷനിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. സിമ്പിൾ കോഡ് അല്ലെ, കുറെ മൾട്ടിപ്പിൾ ലൈൻസ് എഴുതുന്നതിന് പകരം കോഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷനിൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റൈറ്റിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ് കുറച്ചും കൂടെ സിമ്പിൾ ആൻഡ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് jQuery ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ലൈക്ക് യെസ് ഇറ്റ് ഹെൽപ്സ് ഇൻ റൈറ്റിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ്, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് എഴുതുക. ദെൻ ജസ്റ്റ് റൈറ്റ് ദ സാമ്പിൾ കോഡ്. ആ ഒരു റെഡി ഫംഗ്ഷൻ്റെ സിൻടാക്സിൽ അത് 1-2 പേര് എഴുതിയിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ അതിന്റെ സിൻടാക്സ് സ്പെസിഫൈ ചെയ്യുക, ഇങ്ങനെയാണ്. സോ ഇറ്റ് ഈസ് ഈസി ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അതേ ആണ് jQuery. ദിസ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് jQueryയുടെ 3 മാർക്സ് ആണെങ്കിലും ജസ്റ്റ് നിങ്ങൾ ജസ്റ്റിഫൈ എന്ന് പറയുമ്പം യെസ് ഓർ നോ യു ഹാവ് ടു സ്പെസിഫൈ. യെസ് ആണെങ്കിൽ എന്തുകൊണ്ട്, അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്കറിയാം jQueryയുടെ അഡ്വാൻറ്റേജസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് തന്നെ എഴുതുക, സാമ്പിൾ കോഡായിട്ട് കാണിക്കുക. ദെൻ 8th ക്വസ്റ്റ്യൻ, എറേ ഡിക്ലറേഷൻ. എന്താണ് എറേ? ഹെട്രോജീനിയസ് ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ പറയുമ്പോൾ എറേ ഇസ് ആൻ ഹെട്രോജീനിയസ് കളക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഓക്കെ, ഫ്ലെക്സിബിൾ ആണോ ചോദിച്ചാൽ യെസ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഹോമോജീനിയസ് എലമെന്റ്സ് അല്ല, ഹെട്രോജീനിയസ് എലമെന്റ്സ് ആണ് അതിലുള്ളത്. സോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ദെൻ എറേയുടെ ഡിക്ലറേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിക്ലറേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ ആണോന്ന് അതിന്റെ ആൻസറും കൂടെ കൊടുത്തു കഴിഞ്ഞാലാണ് യു വിൽ ബി ഗെറ്റിംഗ് 5 മാർക്സ്. ദെൻ എന്തുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റും ടാഗ്സ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത്? നമുക്ക് സപ്പോസ് ദ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ, ബ്രൗസർ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ഹൈഡ് ആയിട്ട് വരണം ജാവാസ്ക്രിപ്റ്റ് കോഡ്. ഓക്കെ, അപ്പോൾ HTML കോഡ് മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കമന്റ് പോർഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോർമലി എല്ലാവരും ആ റീസൺ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സിൻടാക്സ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല എന്തുകൊണ്ടെന്നും കൂടെ അതിൽ കൊടുക്കണം. സിൻടാക്സ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എല്ലാവരും എഴുതിയിട്ടുണ്ട്, റീസൺസ് കുറച്ച് പേര് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, HTML ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, നമുക്ക് എറർ വരാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അത് കമന്റ് സെക്ഷനിലാക്കി കൊടുക്കും. കമന്റ് സെക്ഷനിലാക്കിയിട്ട് ആ ഒരു ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ദ HTML കോഡ്, കമന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തോളൂ. അതർവൈസ് ദ ബ്രൗസർ വിൽ ഷോ ഇറ്റ് ആസ് എൻ എറർ. സോ അത് അവോയ്ഡ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത്. ദെൻ ബൂട്ട്സ്ട്രാപ്പ് എല്ലാവരും എഴുതിയ ഒരു കോഡാണ്, പഠിച്ചിട്ട് എഴുതി തന്നെയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ബൂട്ട്സ്ട്രാപ്പും അതിന്റെ അഡ്വാൻറ്റേജസും എഴുതിയിട്ടുണ്ട്. CSS കോഡ് 10th ക്വസ്റ്റ്യൻ വാസ് ഈസി ആയിരുന്നു. ദെൻ 11th വൺ സ്ട്രിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് എല്ലാവരും എഴുതിയിട്ടുണ്ട്. വിത്ത് ആൻ എക്സാമ്പിൾ തന്നെ അത് എഴുതണം, ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതിയാവില്ല. പ്രോപ്പർട്ടി മീൻസ് ലെങ്ത് പ്രോപ്പർട്ടിയാണ്. മെത്തേഡ്സ് ഡിഫറെന്റ് ടൈപ്പ്, അപ്പർ കേസ്, ലോവർ കേസ് കൺവേർഷൻ, ക്യാരറ്റ്, ഓക്കെ, അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട്. സോ അത് വിത്ത് ആൻ എക്സാമ്പിൾ, നമ്മൾ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ സ്ലൈഡ് കാണിച്ചത്. സോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണിക്കുന്ന രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ 12th ക്വസ്റ്റ്യൻ എന്താണ്, ജസ്റ്റ് ഒരു നമ്പർ പ്രോംപ്റ്റിൽ നിന്ന് റീഡ് ചെയ്യുക. ഓക്കെ, ദെൻ പ്രിന്റ് ദറ്റ് നമ്പർ, ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യുക ടിൽ n. സോ അത് പ്രോംപ്റ്റ് വഴി റീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പ്രോംപ്റ്റ് വഴി റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊമ ഡബിൾ, അത് കഴിഞ്ഞിട്ട് ഒരു നൾ സ്ട്രിങ് അതിന്റെ കൂടെ പാസ് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു ആരും പാസ് ചെയ്തിട്ടില്ല. പ്രോംപ്റ്റിന്റെ സിൻടാക്സിൽ യു ഹാവ് ടു പ്രോംപ്റ്റ് ഓഫ് ഡബിൾ കോഡ്സിൽ എൻ്റർ ദ നമ്പർ കൊമ അനദർ ഡബിൾ കോഡ്സിൽ ഒരു നൾ സ്ട്രിങ്, ഡബിൾ കോഡ്സ് മാത്രമായിട്ട് കൊടുക്കണം പ്രോംപ്റ്റിന്റെ കേസിൽ. കാരണം ഇഫ് യു ആർ നോട്ട് ഗിവിംഗ് എനി നമ്പർ ആസ് ഇൻപുട്ട് ദെൻ ദറ്റ് എംപ്റ്റി സ്ട്രിങ് വിൽ ബി ടേക്കൺ കൺസിഡേർഡ്. ഓക്കെ, അത് എപ്പോഴും എൻ്റെ സിൻടാക്സിൽ ഉള്ളതാണ്. സോ അതാരും അങ്ങനെ എഴുതിയിട്ടില്ല, സിൻടാക്സിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ എക്സാം ടൈമിൽ ദേ വിൽ ബി ചെക്കിംഗ് ദ സിൻടാക്സ്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അത്രയാണ് ജസ്റ്റ് എക്സാമിൻ്റെ പറയാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ്
moving on to our class. So last class we have studied about syntax of XML. XML the syntax we have the prologue. Starting we have document declaration, that is prologue. Okay, then after that we have document elements we are specifying. Okay, so as an example I will show you one example here. Okay, here I have written an XML code. Okay, example nu parnittulla oru HTML code njan ezhuthi. Okay, I have saved this file as example.xml. Okay, XML ആണ് extension വരിക. Just ഒരു code ഞാൻ എഴുതി, just XML version കൊടുത്തു, ഒരു contact information, ഒരു particular personന്റെ contact information, name, company details, then phone number, മൂന്ന് കാര്യങ്ങൾ ഇതിലുള്ളൂ. Contact information is the element. Okay, നമ്മൾ HTML tag എന്ന് പറയുന്ന പോലെ here there is element tag. നമുക്ക് XML tags അവർ predefined അല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ define ചെയ്യാം. So adine nammal elements nu parayum. Okay, so contact info is an element, and under that there are three categories: name, company and phone. Three elements, sub elements aayittu kedakkunnundu. Okay, I have saved this file as example.xml. Okay, XML file aayittu save cheyidu. Now I am going to open this file. Okay, appo njan adu web browser il open cheyidu. See, this will be the output. Okay, no other formatting കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. By default ആയിട്ട് ബ്രൗസറിൽ ഇങ്ങനെയാണ് കാണിക്കുക. Okay, this will be seen in the browser. Okay, നിങ്ങൾക്കത് ഇതാ path name ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് path? എൻ്റെ സിസ്റ്റത്തിലെ ലോക്കൽ ഫയൽ ആണ്. Okay, that path will be displayed here. Okay, example.xml എന്ന് പറഞ്ഞ ഫയലാണ്. Okay, the details are displayed here. അപ്പോൾ ഇങ്ങനെ നമ്മൾ XML ഫയൽ കീപ്പ് ചെയ്യും. എന്നിട്ടോ നമ്മൾ HTML, ഇപ്പോൾ സപ്പോസ് there is a table, ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷന്റെ ഫുൾ എംപ്ലോയീസിന്റെ ഒരു ഡീറ്റെയിൽസ് ഒരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഒരു ടേബിൾ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ടേബിൾ ആയിട്ട് ഇവിടെ ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? ഇത് ആക്സസ് ചെയ്യണം, HTML പേജിൽ ആക്സസ് ചെയ്യണം. എങ്ങനെ ആക്സസ് ചെയ്യും? there will be some codes. ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ XML ഫയൽ ഓപ്പൺ ചെയ്തിട്ട് you can access the contents of this XML file into your HTML page. Okay, so if there is a table here, or a table ഉണ്ടെങ്കിൽ ആ ടേബിളിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിന് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പം ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ബേസ് പഠിച്ചു. ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കാരണം നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫോർ ലൂപ്പ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ XML എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. കുറച്ച് ഇൻഫർമേഷൻസ്, ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ, സ്കൂൾ, അങ്ങനെ എന്തെങ്കിലും ഒരാളുടെ ഇൻഫർമേഷൻ, അങ്ങനെ അതുപോലെ ഇപ്പം കാറിന്റെ ഒക്കെ കേസിലാണെങ്കിൽ കാറിന്റെ മോഡൽസിന്റെ ഇൻഫർമേഷൻ, ലൈബ്രറിയിലെ ബുക്സിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ സേവ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് മാത്രമാണ് XML. ഓക്കെ, മാർക്കപ്പ് ലാംഗ്വേജ് മാത്രമാണ് XML എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് സം സ്റ്റാൻഡേർഡ്സ് ആൻഡ് റൂൾസ്. എന്നിട്ട് നമുക്ക് XML ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ആക്സസ് ദ കണ്ടന്റ്സ് ഇൻ HTML. HTML ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടന്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓർഡേർഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന റെക്കോർഡാണ് ശരിക്ക് ഒരു ഫയലാണ് XML എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ XML കുറെ കാര്യങ്ങൾ നമുക്ക് CSS കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാം, XML തന്നെ നമുക്ക് കൊടുക്കാം. ബട്ട് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിയർ ഒരു CSS പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. Just I have added some contents in an XML file and I have opened it in a browser. And if I want to access this contents in HTML, I can access through JavaScript code. Okay, this is the example for XML. Okay, so syntax we have studied earlier. Okay, XML or syntax nu parayumbol XML document inde syntax il XML declaration undavum, adupole document type declaration undavum. Document types avada kodutittundav. Okay, this was the last topic. Now, what is C data? XML C data. Okay, C data in capital letter ആണ് C data. C data means it is character data. Okay, that is if you are defining, see the syntax നോക്കണേ, C data ന്റെ syntax character data എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പം XML കൊടുത്തു,
എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഐ ഹാവ് ആഡഡ് സി ഡാറ്റ കോഡ്. സി ഡാറ്റ കോഡ് എന്താണ്? ആംഗിൾ ബ്രാക്കറ്റ് എക്സ്ക്ലമേഷൻ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സി ഡാറ്റ ഓപ്പൺ അനദർ സ്ക്വയർ ബ്രാക്കറ്റ്, യു ക്യാൻ ആഡ് ദ കണ്ടൻസ് ഹിയർ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കണ്ടൻസ് കൊടുക്കേണ്ടത് യു ക്യാൻ ആഡ് ദ കണ്ടൻസ് ഹിയർ, then you have to close 2 square brackets then angle bracket. ഈ ഒരു ഫോർമാറ്റ് ആണ് സി ഡാറ്റന്റെ ഫോർമാറ്റ്. ഓക്കെ, എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു XML ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്തു. ഇപ്പം ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോൾ ബ്രൗസറിൽ എന്തുണ്ടാവും? XML പാർസർ അല്ലെ ഇന്റർപ്രറ്റർ ഉണ്ടാവും. ഈ XML ഫയലിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. എന്താണ് കാണിക്കേണ്ടത്? ഓക്കെ, ബ്രൗസറിൽ എന്തുണ്ടാവും? ഇന്റർപ്രറ്റർ ഉണ്ടാവും. ആ ഇന്റർപ്രറ്റർ ആണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ തരുന്നത്. ഓക്കെ, സോ എനിക്ക് സപ്പോസ് എനിക്ക് എന്ത് വേണം? ഞാൻ എന്തൊക്കെയാണോ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തത് അത് അതുപോലെ തന്നെ ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിൾ ബ്രാക്കറ്റ് അടക്കാം. ഓക്കെ, ഫുൾ ഇതിൽ എങ്ങനെ കൊടുത്തുവോ അതുപോലെ എനിക്ക് എന്ത് വേണം? ഡിസ്പ്ലേ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സി ഡാറ്റയുടെ ഉള്ളിലാണ് കൊടുക്കുക. ദാറ്റ് ഈസ് സി ഡാറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ദ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ദാറ്റ് ആർ നോട്ട് പാർസ്ഡ് ബൈ ദ പാർസർ. ഓക്കെ, അതായത് പാർസർ എന്ത് ചെയ്യും? ഇറ്റ് വോണ്ട് കൺസിഡർ ദിസ് കണ്ടന്റ്. അവരതിനെ പാർസ് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് യു ഹാവ് ടു ഗെറ്റ് ദ കണ്ടന്റ് ആസ് യു ഹാവ് ഗിവൺ. നിങ്ങൾ കൊടുത്തതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ എന്തൊക്കെ കൊടുത്തോ, എന്തൊക്കെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തോ അതുപോലെ തന്നെ ഒരു ചേഞ്ച് ഇല്ലാണ്ട് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ഡാറ്റന്റെ ഉള്ളിലാണ് കൊടുക്കുക. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ് വേ. എംപ്ലോയി എന്ന് പറഞ്ഞു കൊടുത്തു, കണ്ടോ? സി ഡാറ്റ നിങ്ങൾ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ അവിടെ വരും. ഓക്കെ, എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പാർസർ എന്ത് ചെയ്യില്ല? ഇത് ഈ ലൈൻസിനെ കൺസിഡർ ചെയ്യില്ല, പാർസ് ചെയ്യില്ല. അവിടെ നിങ്ങൾ എന്ത് കൊടുത്തോ അതുപോലെ അത് വിസിബിൾ ആവും. ഓക്കെ, കണ്ടോ? ആ ഒരു കോഡ് അതുപോലെ അങ്ങ് വിസിബിൾ ആവും. അപ്പൊ ഇതിന് സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നേരത്തെ ഞാൻ നിങ്ങൾക്ക് റൺ ചെയ്ത് കാണിച്ചതിൽ നിങ്ങൾക്ക് നോക്കൂ, ഇത് ബ്രൗസർ അല്ലെ പാർസർ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തതാണ് ഈ കളറിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പാർസർ ആണ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ഹിയർ ദ ഔട്ട്പുട്ട് ഈസ് എന്താണ്? ഇവിടെ സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു എലമെന്റിന്റെ ഉള്ളിലാണ് നിങ്ങൾ സി ഡാറ്റ കൊടുത്തത്. അവിടെ കളർ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ ലൈൻ അതുപോലെ അങ്ങ് തരുന്നു. ദാറ്റ് ഇസ് സി ഡാറ്റ. അതായത് നിങ്ങൾ സി ഡാറ്റന്റെ ഉള്ളിൽ കൊടുത്ത ബ്ലോക്ക് ഓഫ് ഡാറ്റ എന്താണോ അത് പാർസർ കൺസിഡർ ചെയ്യില്ല. പാർസർ വോണ്ട് കൺസിഡർ ഇറ്റ്. ഓക്കെ, ഇറ്റ് വിൽ ബി റെൻഡേർഡ് ലൈക്ക് ദാറ്റ് വേ ഓൺലി. അതിൽ കളറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ, ഒരു ഫീച്ചറും കൊടുക്കാതെ എന്താണോ അതിൽ കൊടുത്തത് ദാറ്റ് വിൽ ബി റെൻഡേർഡ്. ദാറ്റ് ഈസ് സി ഡാറ്റ. സി ഡാറ്റ മീൻസ് ക്യാരക്ടർ ഡാറ്റ ആൻഡ് ദ സിൻടാക്സ് ഇസ് ഡിഫറെന്റ്. ഓക്കെ, സിൻടാക്സ് ഡിഫറെന്റ് ആണ് സി ഡാറ്റേണ്ടത്. ഈ ഒരു ഫോർമാറ്റിലാണ് സിൻടാക്സ് വരിക, സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്. ദിസ് ഈസ് ദ XML സി ഡാറ്റ. ഓക്കെ, സോ സിമ്പിൾ ടോപ്പിക് ആണ്. ജസ്റ്റ് എന്താന്ന് എഴുതുക, give an example and the output. Okay, now well formed XML document. Okay, this is a question. An XML document എപ്പോഴാണ് well formed ആണെന്ന് പറയാ? well formed document ആണെന്ന് പറയാ? There are some rules for that. First of all the files, all the XML files, DTD means document type definition. Okay, all the XML files should use the predefined character entities. As I have told, നമ്മൾ ampersand ഒക്കെ AMP വെച്ചിട്ടാ കൊടുക്കുക. apostrophe കൊടുക്കണമെന്നുണ്ടെങ്കിൽ APOS വെച്ചിട്ടാ കൊടുക്കുക. then greater than sign GT, less than LT. so അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം XML ഫയലിൽ. okay, we have seen it earlier. okay, ഒരു ടേബിളിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ampersand sign കൊടുക്കുക, എങ്ങനെയാണ് ലെസ് ദാൻ കൊടുക്കുക. that should follow. okay, then it should follow the ordering of the tag. ordering of the tag എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ ടാഗ് ഉണ്ട്, ഒരു ഇന്നർ ടാഗ് ഉണ്ടെങ്കിൽ ഇന്നർ മസ്റ്റ് ബി ക്ലോസ്ഡ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ക്ലോസ് ദ ഔട്ടർ. ഓക്കെ, ആ ഓർഡറിങ് ഔട്ടർ ടാഗ് കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ ഇന്നർ ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നർ ആയിരിക്കണം ഫസ്റ്റ് ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഔട്ടർ. ഓക്കെ, ദെൻ ഓപ്പണിംഗ് ടാഗ്സ് മസ്റ്റ് ഹാവ് ദ ക്ലോസിംഗ് ടാഗ്. എല്ലാ ഓപ്പണിംഗ് ടാഗിനും അല്ലെങ്കിൽ ഓപ്പണിംഗ് എലമെന്റിനും എന്തുണ്ടായിരിക്കണം? ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവർ സെൽഫ് എൻഡിങ് ടാഗ് ആയിരിക്കണം. അതായത് ഇറ്റ് ഷുഡ് ബി ഓപ്പൺഡ് ലൈക്ക് ദിസ് ആൻഡ് യു ക്യാൻ ക്ലോസ് ഇറ്റ് ലൈക്ക് ദിസ് വേ.
ഇനി സം എലമെന്റ്സ് എന്താണ് ക്ലോസിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെൽ ക്ലോസിംഗ് ടാഗ്സ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയും കൊടുക്കാം. നമ്മൾ BR ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ HTML. സോ അതുപോലെ that is each tag should have an opening and a closing part. Okay, then എന്താണ് XML document should have only one attribute in the starting tag. Starting tagൽ one attribute പാടുള്ളൂ and it should be in quotation marks ഉണ്ടായിരിക്കണം. Okay, one attribute മാത്രമേ starting tagൽ ഉണ്ടാവാൻ പാടുള്ളൂ and it should be in quotes. Okay, then എന്താണ് ampersand apostrophe greater than less than ഇതൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ എൻറ്റിറ്റീസ് കൊടുക്കുവാണെങ്കിൽ it should be declared. Okay, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട, ജസ്റ്റ് ആ റൂൾസ് മാത്രം പഠിച്ചു പോയാൽ മതി. ദാറ്റ് ഈസ് ഒരു വെൽ ഫോംഡ് ഡോക്യുമെന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിഫൈൻ ദ പ്രീ ഡിഫൈൻഡ് ക്യാരക്ടർ എൻറ്റിറ്റീസ് ലൈക്ക് ദിസ് വേ. ദാറ്റ് ഇസ് നമ്മൾ മുന്നേ പഠിച്ചതാണ്, ഈ ഒരു ടേബിൾ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ദിസ് വൺ കണ്ടോ, ലെസ് ദാൻ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ampersand LT, ഗ്രേറ്റർ ദാൻ ampersand GT. ഓക്കെ, then ampersand apostrophe quotation, it should be defined. അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. Then ordering of tag is important. Opening tag and closing tag must be there. Then starting tag should have one attribute. Then predefined entities അല്ലാതെ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ it should be declared in the document. These are the conditions for a well-formed XML document. Clear? Clear ആണോ? Well-formed XML document. Is it clear? Advait, Ajmal, Atin, Srishma, Kirtana, Pranav, Sankeet, Akhil, Vaishnavi, Masna, Nitin. Okay. Next is XML usage. Okay, XML usage എന്തൊക്കെയാണ്? XML normally it works behind the scene. Okay, it works behind the scene. Okay, to simplify the creation of HTML documents. Okay, ഞാൻ പറഞ്ഞു HTML documents ഉണ്ടാവും, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ XML വർക്ക് ചെയ്യുള്ളൂ. Okay, then HTML documents എന്ത് ചെയ്യാം, XML ഫയൽസിനൊക്കെ ആക്സസ് ചെയ്യാം. ഓക്കെ, നമ്മൾ വലിയൊരു പിന്നെ വെബ്സൈറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പം ഫോർ ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ കമ്പനീസിന്റെ കുറെ ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, XML ഫയലിൽ കീപ്പ് ചെയ്തിട്ട് യു ക്യാൻ ആക്സസ് ബിറ്റ്വീൻ HTML പേജസ്. Okay, it is used to exchange information between organizations. Okay, it can be used for offloading and reloading of databases. ഡാറ്റാബേസിലേക്ക് കൊടുക്കാനും എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഡാറ്റ ഇതിൽ XML സേവ് ചെയ്തിട്ടുണ്ട്. If you want to update those data in database, you can use it. And if you want to retrieve from database, and you can store it in an XML file. അതാണ് offloading and reloading. Okay, ഡാറ്റാബേസിലോട്ട് കൊടുക്കാം, അവിടുന്ന് റിട്രീവ് ചെയ്തെടുക്കുകയും ചെയ്യാം. Okay, then XML can be used to store and arrange the data. Okay, നമ്മുടെ നീഡ്സിനനുസരിച്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസൈനർ ആണ്. കാരണം സ്പെസിഫിക് ആയിട്ട് ഇന്ന ടാഗ് എന്ന് പറയുന്നില്ല. നമുക്ക് നമ്മുടെ ഇപ്പോൾ കമ്പനിയുടെ കേസിലാണെങ്കിൽ കോൺടാക്ട് ഇൻഫോ, ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസിന് അങ്ങനെ വേറെ ഓരോ എലമെന്റ്സ് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് അറേഞ്ച് ദ ഡാറ്റ അക്കോർഡിംഗ് ടു അവർ നീഡ്സ്. Then XML can be easily merged with style sheet also. Okay, style sheet ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, style sheet ആയിട്ട് merge ചെയ്തിട്ട് you can get the desired output. Then any type of data can be expressed as an XML document. ഏത് type of data നമുക്ക് എന്ത് ചെയ്യാം, XML documentൽ കൊടുക്കാം. So these are the main important uses of XML document. എന്തൊക്കെയാ, it works behind the scene ആണ്. Okay, at present നമുക്ക് കാണുമ്പോൾ അതിലൊന്നുമില്ല, ജസ്റ്റ് കണ്ടൻസ് മാത്രമേ ഉള്ളൂ, വേറെ ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല. So it works behind the scene. Okay, then it is used to exchange the information. Then it can be used in connection with database. Then can be used to store and arrange data according to our needs. Then it can be merged with style sheet also, and any type of data can be expressed. These are the XML usages. അപ്പോൾ XML എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you can specify the usages, you can specify that version, എങ്ങനെയാണ് നമ്മൾ XML കൊടുക്കുക, that syntax നിങ്ങൾ പറഞ്ഞിരിക്കണം, and a code example. Okay.
This is the usage. Then well formed in the case parayanengil you have to specify the rules. Okay. Then XML elements and attributes. Oh, see the example. What is the difference between elements and attributes? Okay. See, in the first example, person, okay, person, gender equal to female, okay, person എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു element കൊടുത്തു, okay, person is an element and gender, that is a attribute, okay, attribute ആണ് equal to female, female is a value, attribute equal to value, value should be in double quotes, okay, inside that first name, last name is given and you have closed the person, okay, so in this example, you can see the gender as the attribute value. Okay, attribute ആയിട്ടാണ് വരുന്നത്. And in the second example, see person കൊടുത്തിട്ടുണ്ട് and inside that there are sub elements gender, first name, last name and person. Okay, so second example in the case gender is an element. ആ angle bracket വരുമ്പം it is an element. നമ്മൾ tag എന്ന് പറയുന്ന പോലെ XML it is an element. Okay. For second example, gender എന്ന് പറയുന്നത് ഒരു element ആണ്. First example in the case, gender is an attribute. Attribute ആവുമ്പം it should specify the value also. Value normally specified in double quotes. Okay. So this is the difference between element and attribute. Okay. Element എന്ന് പറയുന്നത് നമ്മൾ ആ angle bracket ഇട്ട് കൊടുക്കുന്നതാണ്. Similar to tag. Okay. Then attribute എന്ന് പറയുന്നത് property ആണ്. It is a property and it will be having the value also. Okay, so this is the difference between elements and attributes. Okay, so നമ്മൾ എഴുതുന്ന XML പേജ് ആണ് നമുക്ക് നമ്മുടെ വേല യൂസറിന്റെ നീഡ്സിന് അനുസരിച്ച് എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് എക്സാമ്പിളിൽ ഞാൻ ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുത്തു. സെക്കൻഡ് എക്സാമ്പിളിൽ ദാറ്റ് ഫീമെയിൽ എന്ന് പറഞ്ഞ വാല്യൂ തന്നെ അതൊരു എലമെന്റിൽ ഇട്ട് കൊടുത്തു, ജെൻഡർ എലമെന്റിൽ ഇട്ട് കൊടുത്തു. അത് യൂസർ ഡിഫൈൻഡ് ആണ്. Okay, and both the examples contain the same information. Okay, this is element and attribute. Clear? Sangeet, Sahala, Roshan, Razana, Pranavsi, Sharun. Shraddha. Clear? Okay. See, next is the XML namespace. Okay. XML namespace. Okay, namespace in the example നോക്കൂ, എന്നിട്ട് നമുക്ക് പറയാം. Okay, see first case table tr td നമ്മൾ കൊടുത്തു, നമുക്കറിയാം ഈ ടേബിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ HTML ന്റെ ടാഗ് ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. HTML ടാഗ് ഉണ്ടായിരുന്നു ടേബിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ടേബിൾ പിന്നെ tr നമുക്ക് റോന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, td നമ്മൾ ഡാറ്റനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ഒരു HTML പേജ് പോലെ തോന്നുന്നു, HTML ടാഗ്സ് ആണ്. Second example നോക്കൂ, this is an XML file but you have given the code like this way. Actually it represents an HTML similar to an HTML tag. And second XML file നോക്കൂ, അവിടെയും ടേബിൾ ഉണ്ട്. And inside that table there are some other elements, name, width, length, then table closed. ഇപ്പൊ നോക്കൂ, ഫസ്റ്റ് കേസിൽ ടേബിൾ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, നമുക്കൊരു ടേബിൾ റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സെക്കൻഡ് കേസിലും ടേബിൾ എന്ന് പറഞ്ഞ എലമെന്റ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ബട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ആക്ച്വൽ ടേബിൾ. നമ്മളൊരു വുഡൻ ടേബിളിന്റെ വിഡ്ത്ത് ലെങ്ത് ഒക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ടേബിൾ ആണ്. വൺ ഇസ് ദ നമ്മൾ ഡ്രോ ചെയ്യുന്ന ടേബിൾ. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ദ റിയൽ ടേബിൾ. സോ ദിസ് വിൽ ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, ഇഫ് യു ആർ പ്രൊവൈഡിംഗ് ദിസ് ഇൻഫർമേഷൻ ഓർ ഇഫ് യു ആർ mixing this XML document, combining this XML document into one document, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ എന്താണ്, there will be a conflict. Okay, കാരണം രണ്ടും ടേബിൾ എലമെന്റ് ആണ്, but their meanings and context are different. One is the table that we are using in HTML. Okay, another one is the real table and you are specifying the width, length and name of that table. So it will create a confusion. So this is the condition. Okay, this is condition for using namespace. നമുക്ക് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ you can use the namespace method to recover from this conflict. Okay, കാരണം ഒരേ ആള് രണ്ട് കോണ്ടെക്സ്റ്റിൽ വരുവാണെങ്കിൽ it will be confusing because
XML ഡോക്യുമെന്റ്സ് മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് വിൽ ബി കൺഫ്യൂഷൻ. ഓക്കെ, സോ അതിൽ നമ്മൾ എന്ത് കൊടുക്കും? നെയിം സ്പേസ് കൊടുക്കും. നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് നെയിംസിനെയാണ് നമ്മൾ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നെയിം സ്പേസിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്താന്നുള്ളത്. ഓക്കെ, സോ അതിന് നമ്മൾ എങ്ങനെ കൊടുക്കണം നെയിം സ്പേസ്? അതിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഓക്കെ, നെയിം സ്പേസ് ഇസ് given by uniform resource identifier, that is ഒരു URL നമ്മൾ പറഞ്ഞു കൊടുക്കും. Okay, this is the syntax. Element, then XML NS, namespace എന്നുള്ളതിന് XML NS colon a name will be given equal to URL. This is the syntax for namespace. Okay, നെയിംസ്പേസിന്റെ സിന്റാക്സ് ആണിത്. അതായത് രണ്ട് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഓരോന്നും ഓരോ നെയിം സ്പേസിന്റെ പറഞ്ഞു കൊടുക്കുക. നെയിം സ്പേസ് എങ്ങനെയാ പറയുക? ഇറ്റ് ഈസ് എ URL. ഓക്കെ, URL വെച്ചിട്ടാണ് പറയുക. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫയൽ വെക്കും നെയിം സ്പേസിന് വേണ്ടിയിട്ട്, സെറ്റ് ഓഫ് നെയിംസിന്റെ കളക്ഷൻ. അതിനാണ് നമ്മളൊരു ഫയൽ ആക്കിയിട്ട് വെക്കുക. അത് അവിടെ പറഞ്ഞു കൊടുക്കും. സോ ഈ കൺഫ്യൂഷൻ അവിടെ അവോയ്ഡ് ചെയ്യും. അപ്പൊ ഇന്നത് ഈ നെയിം സ്പേസിൽ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ് റെപ്രസെന്റ്സ് ടേബിൾ. ഇനി നെക്സ്റ്റ് ആണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ റിയൽ ടേബിൾ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം സ്പേസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇവിടെ നോക്കൂ, XML കോഡ് കൊടുത്തു. ഓക്കെ, കോണ്ടാക്ട് കോളൻ കോണ്ടാക്ട് എന്ന് പറഞ്ഞ എലമെന്റ് ആണ് XMLNS കോളൻ, അതിനൊരു നെയിം കൊടുത്തു CONT equal to URL specified www.tutorialspoint.com/profile. /profile എന്ന് പറയുമ്പോൾ എന്താണ്? ആ പ്രൊഫൈൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു നെയിം സ്പേസ് ആണ്. ദാറ്റ് ഈസ് യു ആർ ഗിവിംഗ് സം ഡാറ്റ അബൌട്ട് എ പേഴ്സൺ ഓർ കമ്പനി. ഓക്കെ, ഈ നെയിംസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നെയിം, കമ്പനി, ഫോൺ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രൊഫൈലിന്റെ ബേസിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു നെയിം നിങ്ങൾ XMLNS എന്ന് പറഞ്ഞിട്ട് കോളൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പേരുണ്ടല്ലോ, അതാണ് പിന്നെ നിങ്ങൾ എല്ലാത്തിലും കൊടുക്കേണ്ടത്. ഓക്കെ, CONT ആണ് കൊടുത്തത്. CONT കോളൻ നെയിം. എല്ലാ എലമെന്റ്സിന് മുന്നേയും ആ നെയിം ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഇന്ന നെയിം സ്പേസിലോട്ടാണ് അവരുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ യു ഹാവ് ഗിവൺ എ നെയിം സ്പേസ്. ഓക്കെ, ഒരു URL ആണ് നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു നെയിം സ്പേസിൽ എന്തുണ്ടാവും? നിങ്ങൾ അതിന്റെ കറസ്പോണ്ടിങ് ഈ നെയിം, കമ്പനി, ഫോൺ ഒക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ അത് റെഫറൻസ് ആക്കിയിട്ടാണ് ഇവിടെ വെക്കുക. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളൊരു നെയിം കൊടുത്തു. കാരണം അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും URL റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതിന് പകരം നിങ്ങളൊരു നെയിം കൊടുക്കും. ആ നെയിം മാത്രം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് കോണ്ട് കോളൻ നെയിം കൊടുത്തു, കോണ്ട് കോളൻ കമ്പനി. അതുപോലെ ക്ലോസിംഗ് ടൈമിലും കൊടുക്കുക. അതുപോലെ ഫോൺ കൊടുക്കുക, കോണ്ടാക്ട്. കാരണം ഈ കോണ്ടാക്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഈ നെയിം സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ട്യൂട്ടോറിയൽസ് പോയിന്റിലുള്ള പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം സ്പേസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഓക്കെ, കാരണം നെയിം, കമ്പനി, ഫോൺ ഒക്കെ ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ നെയിം സ്പേസിലാണ് വരുന്നത്. സോ ദാറ്റ് യു ഹാവ് ടു സ്പെസിഫൈ ഇറ്റ് ലൈക്ക് ദിസ് വേ. ഓക്കെ, എലമെന്റ് നെയിം XMLNS കോളൻ a user defined name നിങ്ങൾക്ക് കൊടുക്കാം equal to URL. Then this name should be repeated in all the elements. Okay, ഇതാണ് നെയിം സ്പേസ് വരുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് പ്രീവിയസ് എക്സാമ്പിൾ നമുക്ക് രണ്ട് ടേബിൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേബിളിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് കേസിലെ ടേബിൾ XMLNS കോളൻ H എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, H ഈക്വൽ ടു ഒരു നെയിം സ്പേസ് കൊടുത്തു. ഓക്കെ, TR HTML14 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു, ഒരു നെയിം സ്പേസ് കൊടുത്തു. ഓക്കെ, ആ നെയിം സ്പേസിൽ H എന്നാണ് പേര് കൊടുത്തത്. സോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് H കോളൻ എന്ന് പറഞ്ഞിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം ഇത് ഈ ഒരു നെയിം സ്പേസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു HTML, ഇവിടെ ഒരു പാത്ത് പറഞ്ഞിട്ടുണ്ട്. ആ നെയിം സ്പേസിലേക്കാണ് ഇവരൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ടേബിൾ ആണ്. റിയൽ ടേബിളിൽ ഞാൻ വേറൊരു പേര് വെച്ച് കൊടുത്തു. ഓക്കെ, വേറൊരു URL ആണ്. ഓക്കെ, ഫർണിച്ചർ എന്നുള്ള ഒരു നെയിം സ്പേസ് ആണത്. ഓക്കെ, ഫർണിച്ചർ എന്നുള്ള നെയിം സ്പേസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡിഫറൻഷിയേറ്റഡ്. ഓക്കെ, ഫർണിച്ചർ എന്നുള്ള നെയിം സ്പേസ് ആണ്. സോ അതിന് ഞാനൊരു F എന്നാണ് പേര് കൊടുത്തത്. സോ ഓൾ ദ എലമെന്റ്സ് ഇൻസൈഡ് ദാറ്റ് ഷുഡ് ഫോളോ F കോളൻ എലമെന്റ് നെയിം. ഇതൊക്കെ H കോളൻ ആണ് വരിക. കാരണം ഇവിടെ നിങ്ങൾ H എന്നാണ് പേര് കൊടുത്തത്, ഇവിടെ F എന്നാണ് കൊടുത്തത്. ഈ H പോയിന്റ്സ് ടു ദിസ് നെയിം സ്പേസ് ആൻഡ് F പോയിന്റ്സ് ടു ദിസ് നെയിം സ്പേസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ആയി. ഓക്കെ, നോർമലി ഇങ്ങനെ ഒരു കോഡ് കൊടുക്കുന്നതിന് പകരം നമ്മൾ നെയിം സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ. ഓക്കെ, ഇത് ഇന്ന നെയിം സ്പേസിലാണ്, ഇത് ഇന്ന നെയിം സ്പേസിലാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ചെയ്യാനുള്ള ഫോർമാറ്റ്
XMLNS colon ഒരു name equal to URL. Then all the elements or tags inside that should follow that name. So ഇപ്പോൾ എന്തായി ആ കോൺഫ്ലിക്റ്റ് റിക്കവർ ആയി. This is the advantage of using namespace. Namespace എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് നെയിംസ്. കുറച്ച് നെയിംസും കാര്യങ്ങളും അതിൽ പറഞ്ഞു കൊടുക്കും. ഏത് നെയിംസ്? ഇവിടെയുള്ള എലമെന്റ്സിന് ടേബിൾ, TR, TD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയാം. ഇവിടെ എന്താ പറഞ്ഞു കൊടുക്കുക? നെയിം, വിഡ്ത്ത്, ലെങ്ത്, അതൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഫർണിച്ചർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഫർണിച്ചറിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അത്. ഓക്കെ, സോ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തായി? ആ കൺഫ്യൂഷൻ അവോയ്ഡ് ആയി. ഓക്കെ, ദിസ് ഈസ് ദ യൂസ് ഓഫ് നെയിം സ്പേസ്. And this is the syntax for specifying namespace. Clear? Clear ആണോ? എന്താണ് namespace എന്നുള്ളത്? എന്താണ്? ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ദിസ് വൺ. ടേബിൾ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കുക. ടേബിൾ HTML ടേബിൾ ആവാം, അല്ലെങ്കിൽ റിയൽ ടേബിളിന്റെ കേസ് വരാം. സോ അതിവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. അറ്റ് ദാറ്റ് ടൈം വി വിൽ ബി യൂസിങ് namespace. Namespace എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് നെയിം റെഫറിങ് പെർട്ടിക്കുലർ കമ്പോണന്റ്. അപ്പോൾ അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം യൂസിങ് XMLNS കോളൻ നെയിം ഈക്വൽ ടു URL എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഈ കൊടുത്ത നെയിം എന്താണോ ദാറ്റ് ഹാസ് ടു ബി റിപ്പീറ്റഡ് ഇൻ ഓൾ ദ എലമെന്റ്സ് അണ്ടർ ഇറ്റ്. ക്ലിയർ? അഭിനന്ദ്, അദ്വൈത്, അനുഗ്രഹ്, അത്തിൻ, ശ്രീഷ്മ, ദേവിക, മസ്ന, റോഷൻ, ക്ലിയർ ആണോ എന്താണെന്നുള്ളത്? റിസ്വിൻ, ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, അഭിനവ്, അഭിനവ് ആബ്സെന്റ് ആണോ? ആദർശ്, അദ്വൈത്, അജ്മൽ, അജ്മൽ, അഖിൽ. ഓക്കെ ഓക്കെ, റേഞ്ച് കട്ടായതാ. ശരി ശരി. അഖിൽ, ഓക്കെ. അനഘ, അഞ്ജലി, അനുഗ്രഹ്, അതിൻ, അതിൻ, അതുൽ, ദേവിക, ദിൽന, ദിൽന, മസ്ന, ജസ്ന, ജസ്ന, കാർത്തിക്, കാർത്തിക്, കീർത്തന, സിനാൻ, ഇജാസ്, നഫ, നേഹ, നിതിൻ. ഓക്കെ ഓക്കെ, അജ്മലിന്റെ ഓക്കെ. പ്രണവ് A, പ്രണവ് C, റൈസ, റസാന, ഓക്കെ ഓക്കെ. റിസ്വിൻ, റോഷൻ, സഹല B, സഹല N, സംഗീത്, സാരംഗ്, ഷാരുൺ, ശ്രദ്ധ, വിഷ്ണു, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. So absent is Atin, Dilna, Karthik, Sinan, Sarang. Adin present. Okay, thank you. Adin.